നമസ്കാരം. കുടിക്കാൻ എപ്പോഴും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം. ആഹാരത്തിന് മുമ്പ് മലവിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പിട്ട് നന്നായി കഴുകുക. പുറത്തുനിന്നുള്ള തുറന്നുവെച്ച ഭക്ഷണങ്ങളും പഴകിയ ജ്യൂസുകളും പൂർണ്ണമായും ഒഴിവാക്കുക. വിട്ടുമാറാത്ത പനി, വയറുവേദന, രക്തം കലർന്ന വയറിളക്കം എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുക. ഷിഗല്ല സംബന്ധിച്ച് ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണിത്. രോഗവ്യാപനം തടയാനും രോഗപകർച്ചയുടെ ഉറവിടം കണ്ടെത്താനും നടപടികൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം കുടിവെള്ള സ്രോതസ്സുകൾ ശുദ്ധീകരിക്കുന്നതിനും വ്യക്തിത്വ ശുചിത്വം പാലിക്കുന്നതിനും പൊതുജനങ്ങൾ കൃത്യമായി ഇടപെടണം. കർശനമായ നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ട സമയമാണ്. സമഗ്ര വാർത്തകൾ നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മരണം. മരിച്ചത് മലപ്പുറം കീഴാറ്റൂർ സ്വദേശിനി സരോജിനി. ഇന്ന് 18 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. തിരുവനന്തപുരത്തും കോഴിക്കോട്ടും രോഗബാധ. കാട്ടാക്കടയിലെ ബേക്കറിയിൽ നിന്ന് ശേഖരിച്ച ജ്യൂസിൽ ഷിഗല്ല. കോഴിക്കോട് നിപ സ്ഥിരീകരിച്ചയാളുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിസ്ഥാനത്തുള്ള സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനെ ദേവസ്വം സ്പെഷ്യൽ പ്ലീനറായി നിയമിച്ചതിൽ വിവാദം. സർക്കാർ നടപടി ദുരൂഹമെന്ന് ദേവസ്വം മുൻ മന്ത്രി VN വാസവൻ. മന്ത്രിസഭാ തീരുമാനമെന്നും സ്വർണ്ണക്കൊള്ള പ്രതികൾ രക്ഷപ്പെടില്ലെന്നും മന്ത്രി K മുരളീധരൻ. അമേരിക്ക ഇറാൻ സമാധാന കരാർ ഉടനെന്ന് റിപ്പോർട്ട്. 14 നിർദ്ദേശങ്ങളുള്ള ധാരണാപത്രം പുറത്തുവിട്ട് ഇറാൻ മാധ്യമങ്ങൾ. ഇറാനെതിരായ ഉപരോധങ്ങൾ അമേരിക്ക പിൻവലിക്കും. ഇറാൻ ഹോർമുസ് തുറക്കും. മറ്റന്നാൾ ജനീവയിൽ ഒപ്പുവെച്ചേക്കും. കരാർ തൊട്ടടുത്ത ഇറാൻ. ലെബനനിൽ വെടിനിർത്തലിന് സമ്മതിച്ച് ഇസ്രായേൽ. സഹകരണ സ്ഥാപനങ്ങളിലെ വായ്പാ തിരിച്ചടവ് മുടങ്ങിയവർക്ക് ആശ്വാസ് പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ. ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ജനങ്ങൾക്ക് ആശ്വാസമാകുമെന്ന് മന്ത്രി M ലിജു. സഹകരണ മേഖലയിൽ 3 മാസത്തേക്ക് ജപ്തി നടപടികൾ ഒഴിവാക്കും. പുതിയ മദ്യനയം പ്രഖ്യാപിക്കുമെന്നും മന്ത്രി. മാസപ്പടി കേസിൽ വീണയ്ക്ക് വീണ്ടും ED സമൻസ്. ബുധനാഴ്ച ഹാജരാകണം. അഭിഭാഷകർ വഴി രേഖകൾ ഹാജരാക്കാമെന്ന വീണയുടെ ആവശ്യം ED തള്ളി. ശശിധരൻ കർത്തയുടെ മകൻ ഉൾപ്പെടെയുള്ളവരെ ED തിങ്കളാഴ്ച ചോദ്യം ചെയ്യും. നീറ്റ് പരീക്ഷാ ക്രമീകരണങ്ങളിൽ മാറ്റങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പരീക്ഷാ സമയം 15 മിനിറ്റ് കൂട്ടി. ചോദ്യപേപ്പർ ബുക്ക്ലെറ്റിലെ റഫ് പേജുകളുടെ എണ്ണം 2 നിന്ന് 4 ആക്കി. പുനഃപരീക്ഷ ഈ മാസം 21-ന്. നടിയെ ആക്രമിച്ച കേസിൽ പ്രധാന തെളിവായ മെമ്മറി കാർഡും പെൻഡ്രൈവും ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. 1 മാസത്തിനകം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുദ്രവെച്ച കവറിൽ ഹാജരാക്കണം. അതിജീവിതയുടെ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് കാനഡ ബോസ്നിയ പോരാട്ടം. മത്സരം രാത്രി 12:30 മുതൽ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പര നാളെ മുതൽ. വനിതാ 2020 ലോകകപ്പിന് തുടക്കം. ഇന്ത്യയുടെ ആദ്യ മത്സരം മറ്റന്നാൾ പാകിസ്ഥാനെതിരെ. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദിവാസിയുടെ കുടുംബത്തിന് ലഭിച്ച നഷ്ടപരിഹാര തുക തട്ടിയെടുത്തെന്ന് പരാതി. 8 ലക്ഷത്തോളം രൂപ കവർന്നത് മരിച്ച മലപ്പുറം പൂച്ചപ്പാറ സ്വദേശി മണിയുടെ ഭാര്യ മാതിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന്. സ്റ്റോറി ഓഫ് ദ ഡേ. വാർത്തകളുടെ ചരിത്രവുമായി ജോർജ് കുട്ടി. സംസ്ഥാനം അതീവ ജാഗ്രതയിൽ മുന്നോട്ട് പോകേണ്ട സമയമാണ്. നിപ, ഷിഗല്ല അടക്കമുള്ള രോഗങ്ങൾ പടരുന്നൊരു സാഹചര്യമുണ്ട്. ജാഗ്രത എപ്പോഴും വേണം എന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുകയാണ്. മലപ്പുറത്ത് ഒരു ഷിഗല്ല മരണം കൂടി ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പെരിന്തൽമണ്ണ കീഴാറ്റൂരിൽ ഒരു സ്ത്രീക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. മരിച്ച ശേഷം നടത്തിയ പരിശോധനയിലാണ് രോഗം കണ്ടെത്തിയത്. 18 പേർക്ക് കൂടി ഇന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 12 ദിവസത്തിനുള്ളിൽ 56 പേർക്കാണ് രോഗബാധ. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ബേക്കറിയിൽ നടത്തിയ പരിശോധനയിലും ഷിഗല്ല രോഗാണുവിനെ കണ്ടെത്തിയതോടെ സ്ഥാപനം പൂട്ടി. മലപ്പുറം കീഴാറ്റൂരിൽ മരിച്ച സരോജിനിക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. വയറിളക്കത്തെ തുടർന്ന് 8-ാം തീയതിയാണ് സരോജിനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 9-ാം തീയതി മരണം സംഭവിക്കുകയും ചെയ്തു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. സംഭവത്തെ തുടർന്ന് കീഴാറ്റൂരിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി.
വയനാട്ടിൽ 7 പേർക്കാണ് പുതുതായി ഷിഗല്ല സ്ഥിരീകരിച്ചത്. ഇതോടെ ഷിഗല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 16ആയി. പകർച്ചവ്യാധി നിരീക്ഷണവും പ്രതിരോധ നിയന്ത്രണ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ജില്ലയിൽ ശക്തമാക്കിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KT രേഖ അറിയിച്ചു. നിലവിൽ രോഗം സ്ഥിരീകരിച്ച 16 കുട്ടികളുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. കോഴിക്കോട് പയ്യോളിയിലെ 3 വയസ്സുകാരനും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പനിയും മറ്റു ലക്ഷണങ്ങളും ഉണ്ടായതിനെ തുടർന്ന് കുട്ടിയെ വടകര സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെയാണ് പോസിറ്റീവ് ഫലം വന്നത്. നിലവിൽ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ഷിഗല്ല സ്ഥിരീകരിച്ചതിന് പിന്നാലെ ബേക്കറിയിൽ നിന്നും ശേഖരിച്ച ജ്യൂസ് സാമ്പിളിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ബേക്കറി അടപ്പിച്ചു. ഓറഞ്ചിന്റെ രുചിയോടുകൂടിയ ജ്യൂസിന്റെ സാമ്പിൾ മെയ് 29-നാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധനയ്ക്കായി വഞ്ചിയൂരിലെ ലാബിൽ എത്തിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ഇതോടെ ഉദ്യോഗസ്ഥരെത്തി ബേക്കറി താൽക്കാലികമായി അടപ്പിക്കുകയായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോഴിക്കോട് നിപ ബാധിച്ച് ചികിത്സയിലുള്ള യുവാവിന് IMCR മാനദണ്ഡങ്ങൾ പാലിച്ച് മോണോക്ലോണൽ ആന്റിബോഡി ആദ്യത്തെ ഡോസ് നൽകി. രോഗിയുടെ നിലയിൽ നേരിയ പുരോഗതിയുണ്ട്. അതേസമയം പുതുതായി 10 പേരെ കൂടി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇതോടെ നിലവിൽ 87 പേരാണ് പട്ടികയിലുള്ളത്. ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് വലിയ ആശ്വാസകരമായ കാര്യമാണ്. നിലവിൽ ക്വാറന്റൈനിലുള്ള 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും സ്രവങ്ങൾ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ള ആൾക്ക് മെഡിക്കൽ ബോർഡിന്റെ തീരുമാനപ്രകാരം IMCR മാനദണ്ഡങ്ങൾ പാലിച്ച് മോണോക്ലോണൽ ആന്റിബോഡി ആദ്യത്തെ ഡോസ് നൽകി. അതേസമയം പുതുതായി 10 പേരെ കൂടി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇതോടെ ഹയസ്റ്റ് റിസ്ക് വിഭാഗത്തിൽ 4 പേരും ഹൈറിസ്കിൽ 16 പേരും ലോ റിസ്കിൽ 67 പേരും ഉൾപ്പെടെ നിലവിൽ 87 പേരാണ് പട്ടികയിലുള്ളത്. നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ള എല്ലാവരെയും ദിവസം 2 നേരം കൺട്രോൾ റൂമിൽ നിന്ന് വിളിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതായി അധികൃതർ അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാമനാട്ടുകര നഗരസഭയിലെ 5ാം ഡിവിഷനിലുള്ള 286 വീടുകളിൽ ആരോഗ്യ പ്രവർത്തകർ സർവേ നടത്തി. പനിയുള്ള 12 പേരെ കണ്ടെത്തി. എന്നാൽ നിപയുമായി ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങൾ ഇവരിൽ കണ്ടെത്തിയിട്ടില്ല. രാമനാട്ടുകര നഗരസഭയിൽ ഇന്നും RRT യോഗം ചേർന്ന് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിൽ നിന്നുള്ള വിദഗ്ധർ നാളെ ജില്ലയിൽ സന്ദർശനം നടത്തും. ജില്ലയിൽ നിപ രോഗബാധ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ മൃഗങ്ങളിൽ നിന്നുള്ള രോഗപകർച്ച തടയുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. കോഴിക്കോട് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിന് കീഴിലെ ആനിമൽ ഡിസീസ് കൺട്രോൾ പ്രൊജക്ട് ഓഫീസിലാണ് കൺട്രോൾ റൂം ഒരുക്കിയിരിക്കുന്നത്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര നഗരസഭാ പരിധിയിലും സമീപ പ്രദേശങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലെ വവ്വാലുകളുടെ സാന്നിധ്യമുള്ള ഇടങ്ങൾ, വളർത്തുമൃഗങ്ങൾ, പന്നി ഫാമുകൾ എന്നിവ കേന്ദ്രീകരിച്ച് പ്രത്യേക നിരീക്ഷണവും ഫീൽഡ് തല പരിശോധനകളും ആരംഭിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിസ്ഥാനത്തുള്ള സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനെ ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ച സർക്കാർ നടപടി വിവാദത്തിലായിരിക്കുകയാണ്. നടപടിയിൽ ദുരൂഹതയുണ്ടെന്നും നിലവിലെ പ്രത്യേക പോലീസ് അന്വേഷണം അട്ടിമറിക്കാനാണ് ഈ അടിയന്തര നീക്കമെന്നും മുൻമന്ത്രി VN വാസവൻ പറഞ്ഞു. പ്രതികളുമായി കോൺഗ്രസിനുള്ള ബന്ധമാണ് വ്യക്തമാക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിക്കുകയാണ്. എന്നാൽ ആരോപണങ്ങളെ തള്ളിയ ദേവസ്വം മന്ത്രി K മുരളീധരൻ പുതിയ പ്ലീഡർ മുമ്പ് പ്രതികൾക്ക് വേണ്ടി ഹാജരായതിനാൽ അവരുടെ എല്ലാ ബലഹീനതകളും അദ്ദേഹത്തിന് നന്നായി അറിയാമെന്നും അത് കേസിനെ സഹായിക്കുമെന്നും വാദിച്ചു. സ്മാർട്ട് ക്രിയേഷൻസ് എന്ന കമ്പനിക്ക് വേണ്ടി കേരള ഹൈക്കോടതിയിൽ ഹാജരായ അഭിഭാഷകൻ KP പ്രദീപിനെയാണ് ഇപ്പോൾ ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ചിരിക്കുന്നത്. സ്വർണ്ണമോഷണ കേസിലെ പ്രതികളായ ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി എന്നിവർക്ക് വേണ്ടിയും പ്രദീപ് തന്നെയാണ് ഹാജരായിരുന്നത്. ഇതിനെതിരെയാണ് വിമർശനമുയരുന്നത്. ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം UDF ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ പ്രധാനപ്പെട്ട പ്രതിയുടെ അഭിഭാഷകനായിരുന്ന ആളെ ഗവൺമെൻറ് പ്ലീഡറാക്കി മാറ്റുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ഈ കേസിൻ്റെ അട്ടിമറിക്ക് വേണ്ടിയുള്ള നീക്കമാണ്. അത് അപലനീയമാണ് എന്ന കാര്യം എടുത്തു സൂചിപ്പിക്കുക. കേസ് അട്ടിമറിക്കാനുള്ള നീക്കമെന്നും ഒരു സർക്കാരും ചെയ്യാൻ ധൈര്യപ്പെടാത്ത കാര്യമെന്നും മുൻമന്ത്രി P രാജീവ്. ഏറ്റവും സുരക്ഷാ സംവിധാനങ്ങളുള്ള ജനപദത്തിലേക്ക് എങ്ങനെയാണ് ഈ പോറ്റിക്ക് പോകാനും സോണിയാഗാന്ധിയോട് അടുത്ത് കാണാനും 2 ഘട്ടങ്ങളിൽ അവസരം കിട്ടിയത്. 3 പ്രതികളും ഒന്നിച്ചു നിൽക്കുന്ന ഏക ഫ്രെയിം അതാണ്. കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്തത് പൂർണ്ണമായിട്ടും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള SIT അന്വേഷണം, അതിന് എല്ലാവിധ സ്വാതന്ത്ര്യം നൽകുക എന്ന രീതിയായിരുന്നു. യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള വ്യഗ്രത ഈ സർക്കാരിനുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ തീരുമാനം മന്ത്രിസഭയുടെ അംഗീകാരത്തോടുകൂടിയാണ്. ഗൗരവമായ ഒരു അന്വേഷണം ഇത് സംബന്ധിച്ച് ഉണ്ടാകേണ്ടതുണ്ട്. നടപടിയിലൂടെ വ്യക്തമായത് കോൺഗ്രസിന് പ്രതികളുമായുള്ള ബന്ധമെന്ന് KK ശൈലജ. പ്രതികൾക്ക് വേണ്ടി വാദിച്ച വക്കീല്
ദേവസ്വത്തിൻ്റെ അഡ്വക്കറ്റായിട്ട് ഗവൺമെൻറ് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്താ അതിന് മറുപടി പറയാനുള്ളത്? അപ്പോൾ ആരാണ് ഈ സ്വർണ്ണ കൊള്ളക്കാരെ സഹായിക്കുന്നവർ, അവരുമായി ബന്ധപ്പെടുന്നവർ? എന്നാൽ പ്രതിപക്ഷ ആരോപണം ദേവസ്വം മന്ത്രി കെ മുരളീധരൻ പൂർണ്ണമായും തള്ളി. പുതിയ പ്ലീഡർ മുൻപ് പ്രതികൾക്ക് വേണ്ടി ഹാജരായതിനാൽ അവരുടെ എല്ലാ ബലഹീനതകളും അദ്ദേഹത്തിന് നന്നായി അറിയാമെന്നും അത് കേസിനെ സഹായിക്കുമെന്നുമായിരുന്നു മന്ത്രിയുടെ അവകാശവാദം. നിയമനത്തിൽ തീരുമാനമെടുത്തത് മുഖ്യമന്ത്രിയാണെന്നും ക്യാബിനറ്റ് തീരുമാനം ഒരു മന്ത്രിക്ക് തള്ളിപ്പറയാനാവില്ല എന്നും മന്ത്രിയുടെ ന്യായീകരണം. നടപടിക്കെതിരെ വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാകാനാണ് സാധ്യത. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പശ്ചിമേഷ്യയിൽ പ്രതീക്ഷയുടെ ഒരു നാമ്പുകൂടി വരികയാണ്. അതായത് സംഘർഷം അവസാനിപ്പിക്കാനുള്ള നടപടികൾ തുടങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത്. US ഇറാൻ സമാധാന കരാർ ഉടൻ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഞായറാഴ്ച ധാരണാപത്രം ഒപ്പിട്ടേക്കും. സ്വിറ്റ്സർലൻഡിലെ ജനീവയിലായിരിക്കും ഈ കരാർ ഒപ്പിടുക. അതേസമയം US-ഉമായുള്ള കരാർ അന്തിമമായിട്ടില്ല എന്ന് പറഞ്ഞ ഇറാൻ കരാറിനടുത്തെത്തിയെന്ന് വ്യക്തമാക്കി. ശനിയാഴ്ചയോടെ ധാരണാപത്രത്തിന് അന്തിമ രൂപം നൽകാനാണ് ഇറാന്റെയും അമേരിക്കയുടെയും ശ്രമമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 14 നിർദ്ദേശങ്ങളടങ്ങിയ ധാരണാപത്രം ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുമുണ്ട്. ഇറാനെതിരെയുള്ള എണ്ണ നാവിക ഉപരോധങ്ങൾ അമേരിക്ക പിൻവലിക്കുകയും മരവിപ്പിച്ച ഫണ്ടുകളുടെ പകുതി വിട്ടു നൽകുകയും ചെയ്യും. പകരം ഹോർമൂസ് കടലിടുക്ക് ഇറാൻ പൂർണ്ണമായും തുറന്നു നൽകുമെന്നാണ് നിർദ്ദേശത്തിലുള്ളത്. കൂടാതെ ഇറാനിൽ നിന്ന് മുഴുവൻ US സൈന്യത്തെയും പിൻവലിക്കണമെന്നും രാജ്യത്തിന്റെ പുനർനിർമ്മാണത്തിനായി $300 ബില്യൺ പാക്കേജ് അമേരിക്കയും സഖ്യകക്ഷികളും സമർപ്പിക്കണമെന്നും കരാറിലുണ്ടെന്നാണ് വിവരം. ഞായറാഴ്ച ജനീവയിൽ വെച്ച് കരാർ ഒപ്പിട്ടേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാനുമായുള്ള യുദ്ധത്തിൽ മികച്ചൊരു ഒത്തുതീർപ്പിലെത്തിയിരിക്കുകയാണെന്നും കരാർ തയ്യാറായ പശ്ചാത്തലത്തിൽ ഇറാനെതിരെ നടത്താനിരുന്ന പുതിയ ആക്രമണങ്ങൾ ഒഴിവാക്കുകയാണെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. We just made a great settlement of the war with Iran, and we're going to be subject to finalization of documents, which should get done over the next few days. We'll probably have a signing maybe in Europe. കരാർ സംബന്ധിച്ച റിപ്പോർട്ടുകൾ വെറും ഊഹാപോഹങ്ങൾ മാത്രമാണെന്നും യാതൊന്നും അന്തിമമായിട്ടില്ല എന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വക്താവ് ഇസ്മായിൽ ബഗായ് പ്രതികരിച്ചു. മുമ്പും കരാർ ഉടൻ ഉണ്ടാകുമെന്ന് ട്രംപ് അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിലും അതൊന്നും യാഥാർത്ഥ്യമായിരുന്നില്ലെന്നും ഇറാൻ വ്യക്തമാക്കുന്നു. ഈ ചർച്ചകളിൽ തങ്ങൾ നേരിട്ട് പങ്കാളികളല്ലെങ്കിലും ഇറാന്റെ ആണവശേഷികൾക്കുമേൽ കർശന നിയന്ത്രണം ഉറപ്പാക്കുന്ന കരാറിനെ പിന്തുണയ്ക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, അമൃത TV. സഹകരണ മേഖലയിൽ നിന്നും ലോണൊക്കെ എടുത്ത സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ ആശ്വാസമുള്ള വാർത്തയാണ്. സഹകരണ മേഖലയിൽ 3 മാസത്തേക്ക് ജപ്തി ലേല നടപടികൾ ഉണ്ടാകില്ല എന്ന് മന്ത്രി M. ലിജു അറിയിച്ചു. ഇതിനായി ആശ്വാസ് പദ്ധതി നടപ്പാക്കും. കേരള ബാങ്കിനോട് സർക്കാരിന് തുറന്ന സമീപനമാണെന്നും സംസ്ഥാനത്ത് പുതിയ മദ്യനയം ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ഗവൺമെൻറ് പ്രഖ്യാപിച്ച പദ്ധതിയാണ് ആശ്വാസ്. അതായത് അടുത്ത 3 മാസക്കാലത്തേക്ക് ജപ്തി നടപടികളും ലേലവും എല്ലാം തന്നെ നിർത്തിവെച്ച് വൺ ടൈം സെറ്റിൽമെൻറ്റ് നൽകുന്ന ഒരു പദ്ധതിയാണ്. അത് നിരവധി മനുഷ്യർക്ക് അത് ആശ്വാസം പകരുന്നു. സഹകരണ മേഖലയിലെ നിക്ഷേപകർക്ക് അവരുടെ പണം നൽകുക എന്നത് സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാടാണെന്നും മന്ത്രി പറഞ്ഞു. കേരള ബാങ്കിനോടും സർക്കാരിന് തുറന്ന സമീപനമാണ്. വിവിധ സംഘടനാ ഭാരവാഹികൾ എന്നെ നേരിട്ട് വന്ന് കാണുകയുണ്ടായി. അവരുടെ എല്ലാ ആവശ്യം കേരള ബാങ്ക് ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ്. കേരള ബാങ്കിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ സമീപനം തുറന്നതാണ്. കേരള ബാങ്കിന് പരമാവധി സഹായങ്ങൾ ചെയ്യുക എന്നത് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നയം. സംസ്ഥാനത്ത് പുതിയ മദ്യനയം ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. തീർച്ചയായിട്ടും മദ്യനയത്തിൽ മാറ്റമുണ്ടാകും. അത് LDF ഗവൺമെൻറ്റിൻ്റെ മദ്യനയമല്ലല്ലോ പുതിയ UDF ഗവൺമെൻറ്. അത് പക്ഷേ ഈ പറഞ്ഞതുപോലെ വളരെ കൃത്യമായ ചർച്ചകളിലൂടെ ബജറ്റിന് ശേഷം അത്തരം ചർച്ചകൾ ആരംഭിക്കും. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റീഹാബിലിറ്റേഷൻ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സമഗ്രമായ പദ്ധതി ജൂൺ 26 പ്രഖ്യാപിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൊച്ചിയിൽ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട പരിശോധനകൾ സജീവമാക്കി പോലീസ്. 1000-ലധികം റെയ്ഡുകളാണ് കൊച്ചി സിറ്റി പരിധിയിൽ ഇതുവരെ നടത്തിയത്. 188-ലധികം പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട്. സിറ്റി മേഖലയിൽ കളമശ്ശേരിയിൽ നിന്നാണ് ഏറ്റവും അധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായുള്ള ലഹരി പരിശോധനകൾ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. 1000-ലധികം റെയ്ഡുകളിൽ നിന്നായി 180-ലധികം കേസുകൾ കൊച്ചി നഗരപരിധിയിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 188-ലധികം പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ബസ്സുകൾ, ട്രെയിൻ തുടങ്ങിയവ കേന്ദ്രീകരിച്ചും പരിശോധനകൾ നടക്കുന്നുണ്ട്. സിനിമാ സെറ്റുകളിലെ കാരവാനുകളിലും പോലീസ് പരിശോധിച്ചു. കളമശ്ശേരി പറയുന്ന ഭാഗമാണ് കൂടുതൽ. ഈ തൊഴിലാളികളൊക്കെ കൂടുതലുള്ള ഭാഗത്തു നിന്നാണ് നമുക്ക് കൂടുതൽ കേസ് കിട്ടുന്നത്. സ്കൂളിൻ്റെ തൊട്ടടുത്തുനിന്നില്ല, മറ്റേ ഇവരൊക്കെ താമസിക്കുന്ന ക്വാർട്ടേഴ്സുകളുണ്ട്, അതുപോലെ തന്നെ ഫ്ലാറ്റുകളുണ്ട്, പിന്നെ മറ്റ് പല കടകളുണ്ട്. അവിടെ നിന്നൊക്കെയാണ് നമുക്കിത്
കിട്ടുന്നത്. തൊട്ട് മുമ്പായിട്ട് വന്ന പരാതിയൊക്കെ ഞങ്ങൾ പോയി കാരവാനിലെല്ലാം ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അല്ല, ആ സമയമൊന്നും കിട്ടിയിട്ടില്ല. സ്കൂളുകൾ കേന്ദ്രീകരിച്ചും പരിശോധനകൾ ശക്തമാണ്. പോലീസും എക്സൈസും സംയുക്തമായാണ് പരിശോധനകൾ നടത്തുന്നത്. ഇന്ന് പെരുമ്പാവൂരിൽ 1.5 ഗ്രാം ഹെറോയിനുമായി 23-കാരിയെ പിടികൂടി. അസം സ്വദേശിയായ നെജുമ ബീഗമാണ് അറസ്റ്റിലായത്. ചെറിയ ഡെപ്പികളിലും സിപ്ലോക്ക് കവറുകളിലുമായാണ് ഇവർ മയക്കുമരുന്ന് ഒളിപ്പിച്ച് കടത്തിയിരുന്നത്. ഒരു ബോട്ടിലിന് 1000 രൂപ നിരക്കിലാണ് വിൽപ്പന. MDMA, മെത്താഫെറ്റാമിൻ, ഹാഷിഷ് ഓയിൽ, കഞ്ചാവ് തുടങ്ങിയവയാണ് പ്രധാനമായും വിൽപ്പനയ്ക്കെത്തുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യയാത്ര തിങ്കളാഴ്ച രാവിലെ 8:30 തമ്പാനൂരിൽ നിന്ന് ഉദ്ഘാടന ബസ് ആരംഭിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളായിരിക്കും. എല്ലാ സ്ത്രീകൾക്കും 0 ടിക്കറ്റ് നൽകും. സൗജന്യയാത്രയുടെ ബാധ്യത KSRTCയുടെ ചുമലിൽ വരില്ലെന്നും ഗതാഗത മന്ത്രി പറഞ്ഞു. ഇപ്പോൾ 3125 ബസ്സുകളാണ് നമ്മുടെ ഓർഡിനറി ബസ്സുകൾ നമ്മുടെ കയ്യിലുള്ളത്. ഭൂരിഭാഗം ബസ്സുകളും ഓർഡിനറി ബസ്സുകളാണ് KSRTC. ജൂൺ 15 രാവിലെ 8:30 തമ്പാനൂർ ബസ് ടെർമിനലിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ നിർവഹിക്കും. സ്വാഭാവികമായും ആ സർവീസിൻ്റെ ഡ്രൈവറും കണ്ടക്ടറും സ്ത്രീകളായിരിക്കും. എന്തായാലും ഇത് വലിയ ബാധ്യത ഉള്ള നടപടിയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പക്ഷേ ആ മാസപ്പടി കേസിലേക്ക് വന്നാൽ വീണ വിജയന് വീണ്ടും ED സമൻസ് അയക്കുകയാണ്. ബുധനാഴ്ച കൊച്ചി ഓഫീസിൽ ഹാജരാകണം എന്നാവശ്യപ്പെട്ടാണ് സമൻസ്. ഇന്ന് ഹാജരാകാൻ നേരത്തെ ED സമൻസ് അയച്ചിരുന്നുവെങ്കിലും വീണ സമയം ചോദിച്ചിരുന്നു. കരിമണൽ കമ്പനിയുമായി നടന്ന സാമ്പത്തിക ഇടപാടിന്റെ രേഖകൾ ഹാജരാക്കാനും വീണയോട് ED നിർദ്ദേശിച്ചിട്ടുണ്ട്. മാസപ്പടി കേസിൽ ഇത് 2ാം തവണയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ T വീണയ്ക്ക് ED സമൻസ് അയക്കുന്നത്. ബുധനാഴ്ച കൊച്ചി ED ഓഫീസിൽ വീണ ഹാജരാകണം. ഇന്ന് ഹാജരാകാൻ നിർദ്ദേശിച്ച് ആദ്യം സമൻസ് അയച്ചിരുന്നുവെങ്കിലും വീണ അവധി അപേക്ഷ നൽകുകയായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഹാജരാകാൻ കഴിയില്ലെന്നായിരുന്നു വീണയുടെ വിശദീകരണം. ED ആവശ്യപ്പെട്ട രേഖകൾ അഭിഭാഷകൻ മുഖേന EDക്ക് മുന്നിൽ ഹാജരാക്കാമെന്നും വീണ അറിയിച്ചിരുന്നു. തുടർന്നാണ് വീണയ്ക്ക് വീണ്ടും സമൻസ് അയക്കാൻ ED തീരുമാനിച്ചത്. വീണയെ നേരിട്ട് ചോദ്യം ചെയ്യണമെന്ന നിലപാടിലാണ് ED. വീണയെ ചോദ്യം ചെയ്തതിന് ശേഷമാകും മറ്റുള്ളവരിലേക്കും ചോദ്യം ചെയ്യൽ നീളുക. കരിമണൽ കമ്പനിയിൽ നിന്നും എന്തിന് പണം കൈപ്പറ്റിയെന്ന് വ്യക്തമാക്കുന്ന രേഖകളടക്കമുള്ളവയാണ് വീണയോട് ED ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനിക്ക് CMRL നിന്നും 2.78 കോടി രൂപ ലഭിച്ചതായി ED കണ്ടെത്തിയിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിലെ പ്രതികൾ 2ാം ദിവസവും SITക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. മർദ്ദിച്ച ഉദ്യോഗസ്ഥരെ പരിക്കേറ്റവരും സാക്ഷികളും തിരിച്ചറിഞ്ഞു. പ്രതികളുടെ അറസ്റ്റ് ഇന്നും രേഖപ്പെടുത്തിയില്ല. ചോദ്യം ചെയ്യൽ നാളെയും തുടരും. രാവിലെ 9:30 മുൻപ് തന്നെ പ്രതികൾ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി. 2ാം ദിവസവും 5 പേരെയും ഒറ്റയ്ക്കിരുത്തിയും ഒന്നിച്ചും ചോദ്യം ചെയ്തു. 12 മണിയോടെ തിരിച്ചറിയൽ പരേഡ് നടന്നു. മർദ്ദനമേറ്റ AD തോമസ് MLAയും അജയ് ജുവൽ കുര്യാക്കോസും ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമപ്രവർത്തകൻ ജോജി മോനും അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 3 പോലീസ് ഉദ്യോഗസ്ഥരും പ്രതികളെ തിരിച്ചറിഞ്ഞു. ഞങ്ങൾ 3 പേരും ഇവർ 5 പേരെയും തിരിച്ചറിയുകയും ഇവർ തന്നെയാണ് ഞങ്ങളെ ആക്രമിക്കുകയും ചെയ്തതെന്ന് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിഭാഗം പറയുന്നത് നിരന്തരമായി കള്ളമാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവർ നിരന്തരം കള്ളം പറഞ്ഞുകൊണ്ട് ഇത് മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. പിന്നെ കോടതി പെരുമാറിയതും നമ്മളെല്ലാവരും കണ്ടതല്ലേ. അപ്പോൾ ഇത് പൂർണ്ണമായും അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് പറയുന്നതിൽ തെറ്റില്ല എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ്, അത് യാഥാർത്ഥ്യമായതുകൊണ്ട് അങ്ങനെ പറയുന്നതാണ്. ചോദ്യം ചെയ്യൽ നാളെയും തുടരും. 2ാം ദിനവും പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയില്ല. അടുത്ത ദിവസം അറസ്റ്റ് ചെയ്താലും 1 ലക്ഷം രൂപയുടെ ബോണ്ടിലും 2 ആൾ ജാമ്യത്തിലും പ്രതികളെ വിട്ടയക്കണമെന്നും കോടതി നിർദ്ദേശമുണ്ട്. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നതിലൂടെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പ്രത്യേക അന്വേഷണ സംഘം. മർദ്ദനത്തിന് ഉപയോഗിച്ച വടി ഉൾപ്പെടെ കണ്ടെത്താനുണ്ട്. അതേസമയം പ്രതികളുടെ അറസ്റ്റ് നാളെ രേഖപ്പെടുത്തിയാൽ പിന്നാലെ അവരെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പും നടന്നേക്കും. അമൃത ന്യൂസ്, ആലപ്പുഴ. നീറ്റ് പരീക്ഷാ ക്രമീകരണങ്ങളിൽ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പരീക്ഷാ സമയത്തിൽ 15 മിനിറ്റ് കൂട്ടിയിട്ടുണ്ട്. ജൂൺ 21 പുനഃപരീക്ഷ നടക്കാനിരിക്കെയാണ് തീരുമാനം. ഇതോടൊപ്പം തന്നെ പരീക്ഷയുടെ ചോദ്യപേപ്പർ തയ്യാറാക്കി സൂക്ഷിക്കുന്നതിലും വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായാൽ കർശന നടപടിയെന്നാണ് മുന്നറിയിപ്പ്. ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് UG മെഡിക്കൽ പരീക്ഷ ഈ മാസം 21 വീണ്ടും നടക്കാനിരിക്കെയാണ്
പരീക്ഷാ ക്രമീകരണങ്ങളിൽ NTA മാറ്റം കൊണ്ടുവന്നത്. പരീക്ഷാ സമയം 15 മിനിറ്റ് വർദ്ധിപ്പിച്ചതും ചോദ്യപേപ്പർ ബുക്ക്ലെറ്റിലെ റഫ് പേജുകളുടെ എണ്ണം 2 നിന്നും 4 ആക്കി ഉയർത്തിയതുമാണ് പ്രധാന മാറ്റങ്ങൾ. പുതിയ ക്രമീകരണം അനുസരിച്ച് പരീക്ഷ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെ നടക്കും. ഇതോടെ പരീക്ഷയുടെ ആകെ ദൈർഘ്യം 195 മിനിറ്റായി ഉയരും. അറ്റൻഡൻസ്, മാർക്കിംഗ്, ഇൻവിജിലേഷൻ നടപടികൾ എന്നിവയ്ക്കായി അധിക സമയം ലഭിക്കുമെന്നതാണ് NTAയുടെ വിശദീകരണം. കണക്ക് കൂട്ടലുകൾക്കും ഡയഗ്രങ്ങൾ വരയ്ക്കുന്നതിനുമായി ഇനി മുതൽ 4 റഫ് പേജുകൾ ലഭ്യമാക്കും. ഇടത് കൈ ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളെയും പരിഗണിച്ച് ബുക്ക്ലെറ്റിൻ്റെ ഇരുവശങ്ങളുമായി റഫ് പേജുകൾ ക്രമീകരിച്ചിട്ടുണ്ടെന്നും NTA അറിയിച്ചു. പരീക്ഷയുടെ ക്രമീകരണങ്ങൾ വിദ്യാഭ്യാസ മന്ത്രാലയം ഉന്നതതല യോഗം ചേർന്ന് വിലയിരുത്തിയിരുന്നു. ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് കർശന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി ചോദ്യപേപ്പർ എത്തിക്കുന്നതിന് വ്യോമസേനയുടെ സഹായവും വിദ്യാഭ്യാസ മന്ത്രാലയം തേടിയിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. നടിയെ ആക്രമിച്ച കേസിലെ തൊണ്ടി മുതലായ മെമ്മറി കാർഡ് മുദ്രവെച്ച കവറിൽ ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. എറണാകുളം സെഷൻസ് കോടതി മെമ്മറി കാർഡ് ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിനെ ഏൽപ്പിക്കണം. ദൃശ്യങ്ങൾ ചോർന്ന സംഭവത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നടി നൽകിയ ഹർജിയിലാണ് നിർദ്ദേശം. നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് ചോർന്ന സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടാണ് നടി ഹൈക്കോടതിയെ സമീപിച്ചത്. മെമ്മറി കാർഡ് ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിന്റെ പക്കൽ സൂക്ഷിക്കുവാനും മുദ്രവെച്ച കവറിൽ അത് ഹാജരാക്കുവാനും പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. മുൻപ് അന്വേഷണം നടത്തിയെങ്കിലും ഹാഷ് വാല്യൂ മാറി എന്ന വിവരം കണ്ടെത്തിയതിനെ തുടർന്ന് തുടർ നടപടികൾ സ്വീകരിച്ചില്ലെന്നാണ് നടിയുടെ പരാതി. അതുകൊണ്ട് തന്നെ ഇത്തവണ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും പഴയ റിപ്പോർട്ട് റദ്ദാക്കണമെന്നും നടി ആവശ്യപ്പെടുന്നു. സർക്കാരിനോടും കോടതി ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയിട്ടുണ്ട്. ശരിയായ രീതിയിലുള്ള അന്വേഷണമാണ് അതിജീവിത ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മെമ്മറി കാർഡ് ഹൈക്കോടതിയുടെ സേഫ് കസ്റ്റഡിയിലേക്ക് മാറ്റിക്കൊണ്ട് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ഹൈക്കോടതി തീരുമാനം. അമൃത ന്യൂസ്, കൊച്ചി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയ്ക്ക് നാളെ തുടക്കമാവുകയാണ്. ഏക ടെസ്റ്റ് മത്സരത്തിലെ തകർപ്പൻ വിജയത്തിന് ശേഷമാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ നേരിടുന്നത്. 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയിലെ ആദ്യ പോരാട്ടം ധരംശാലയിലെ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിലാണ് നടക്കുക. ഉച്ചയ്ക്ക് 1:30 മത്സരം. ഇരു ടീമുകളും മുമ്പ് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നടക്കുന്ന ചരിത്രത്തിലെ ആദ്യ ദ്വിരാഷ്ട്ര ഏകദിന പരമ്പരയാണിത്. വിരാട് കോഹ്ലി, ഹാർദിക് പാണ്ഡ്യ എന്നിവർ കളിക്കില്ല. രോഹിത് ശർമ്മ ടീമിൽ തിരിച്ചെത്തി. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും രോഹിത് ശർമ്മയും ഓപ്പണർമാരാകുന്ന ടീമിൽ KL രാഹുൽ, ഇഷാൻ കിഷൻ, യശസ്വി ജയ്സ്വാൾ എന്നിവരുമുണ്ട്. ബൗളിംഗ് നിരയിൽ ജസ്പ്രീത് ബുംറ, രവീന്ദ്ര ജഡേജ, അക്ഷർ പട്ടേൽ എന്നിവർ കളിക്കുന്നില്ല. ഹഷ്മത്തുള്ള ഹാഷിദി നയിക്കുന്ന അഫ്ഗാനിസ്ഥാൻ ടീമിൽ ലെഗ് സ്പിന്നർ റാഷിദ് ഖാൻ ഏകദിന ടീമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. ഡൽഹിയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഏഷ്യൻ ഗെയിംസ് ഉൾപ്പെടെയുള്ള മത്സരങ്ങളിൽ സ്വർണ്ണ മെഡലുകൾ കരസ്ഥമാക്കിയ ജസ്പാൽ റാണയെ രാജ്യം ദ്രോണാചാര്യ, പത്മശ്രീ, അർജുന പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചിട്ടുണ്ട്. ഷൂട്ടിംഗ് മേഖലയിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടങ്ങൾക്ക് തുടക്കം കുറിച്ച ഇതിഹാസ കായിക താരം ജസ്പാൽ റാണ വിടവാങ്ങി. 49 വയസ്സായിരുന്നു. മ്യൂണിക് ലോകകപ്പ് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ജസ്പാലിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടിരുന്നു. ഡൽഹിയിലെത്തി ചികിത്സ തുടരുന്നതിനിടയിലാണ് അന്ത്യം സംഭവിച്ചത്. 1994 ഹിരോഷിമ ഏഷ്യൻ ഗെയിംസിൽ ഷൂട്ടിംഗിൽ സ്വർണ്ണ മെഡൽ നേടിക്കൊണ്ടായിരുന്നു ജസ്പാൽ റാണ രാജ്യത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. പിന്നീട് വിവിധ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ അദ്ദേഹം ഇന്ത്യയുടെ അഭിമാനമുയർത്തി. ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ് ജസ്പാൽ റാണ. കോമൺവെൽത്ത് ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ ഇന്ത്യൻ താരവും ജസ്പാലാണ്. 4 സീസണുകളിലായി 9 സ്വർണ്ണമടക്കം 15 മെഡലാണ് ജസ്പാൽ റാണയുടെ നേട്ടം. മനു ഭാക്കർ ഉൾപ്പെടെ കായിക താരങ്ങളുടെ മെഡൽ നേട്ടത്തിന് പിന്നിൽ പരിശീലകനായും ജസ്പാൽ തിളങ്ങി. 1994 അർജുന അവാർഡ്, 97 പത്മശ്രീ, 2020 ദ്രോണാചാര്യ അവാർഡ് നൽകി രാജ്യം ജസ്പാൽ റാണയെ ആദരിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. നീണ്ട 16 വർഷത്തെ അന്താരാഷ്ട്ര ക്രിക്കറ്റിന് വിരാമമിട്ട് ന്യൂസിലൻഡ് താരം കെയ്ൻ വില്യംസൺ. ന്യൂസിലൻഡിന് വേണ്ടി 378 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. 48 സെഞ്ചുറിയും 6 ഇരട്ട സെഞ്ചുറികളും ഉൾപ്പെടെ 19,346 റൺസ് നേടി രാജ്യത്തിന്റെ മികച്ച റൺവേട്ടക്കാരനാണ് ഈ 35-കാരൻ. 110 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് 9,515 റൺസ് നേടിയ വില്യംസൺ 33 സെഞ്ചുറിയും 38 അർദ്ധ സെഞ്ചുറിയും നേടിയിട്ടുണ്ട്. കേരള ക്രിക്കറ്റ് അണ്ടർ-19 ക്യാപ്റ്റൻ മാനവ് കൃഷ്ണ ഇന്ത്യൻ അണ്ടർ-19 ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ശ്രീലങ്കയ്ക്കെതിരെ നടക്കാനിരിക്കുന്ന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ അണ്ടർ-19 ടെസ്റ്റ് ടീമിലാണ് തിരുവനന്തപുരം പേരൂർക്കോട് സ്വദേശി ഇടം നേടിയത്.
ഫിഫ ലോകകപ്പിൽ സ്വന്തം കാണികൾക്ക് മുന്നിൽ ആദ്യമായി ലോകകപ്പ് കളിക്കാൻ കാനഡ ഇറങ്ങുകയാണ്. ഗ്രൂപ്പ് ബിയിലെ ആദ്യ പോരാട്ടത്തിൽ കാനഡയുടെ എതിരാളികൾ കരുത്തരായ ബോസ്നിയ ഹെർസഗോവിനയാണ്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഇരു ടീമുകളും നേർക്കുനേർ വരുന്ന കന്നി പോരാട്ടത്തിന് ടൊറന്റോ സ്റ്റേഡിയം വേദിയാകും. ഇരു ടീമുകളും ഇതുവരെ ലോകകപ്പിൽ നോക്കൌട്ട് ഘട്ടത്തിലെത്തിയിട്ടില്ലാത്തതിനാൽ പുതിയ ചരിത്രം കുറിക്കാനാണ് ശ്രമം. ലോകകപ്പ് ഗ്രൂപ്പ് ഡിയിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ അമേരിക്ക പരാഗ്വയെ നേരിടും. സ്വന്തം മണ്ണിൽ 3 പതിറ്റാണ്ടിന് ശേഷം മറ്റൊരു ലോകകപ്പിന് അമേരിക്ക ആതിഥേയരാവുകയാണ്. ഇന്ത്യൻ സമയം രാവിലെ 6:30 USA പരാഗ്വെ പോരാട്ടം. 96 വർഷത്തിന് ശേഷമാണ് ഇരു ടീമുകളും ലോകകപ്പിൽ ഏറ്റുമുട്ടുന്നത്. ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്ന ഡാലസിലെ AT&T സ്റ്റേഡിയത്തിന്റെ പ്രത്യേകതകൾ വിവരിക്കുകയാണ് ചന്ദ്രിക എഡിറ്ററും രാജ്യാന്തര സ്പോർട്സ് ലേഖകനുമായ കമാൽ വരദൂർ. അർജന്റീനയുടെ ഉൾപ്പെടെ മത്സരങ്ങൾ ഈ സ്റ്റേഡിയത്തിൽ നടക്കും. ഞാനിപ്പോൾ ഉള്ളത് AT&T, നമ്മൾ ഇനി ഫുട്ബോൾ ലോകം പരിചയപ്പെടാൻ പോകുന്ന വലിയ കളിമുറ്റങ്ങളിൽ ഒന്നാണിത്. അതായത് ഡാലസ് എന്ന് പറയുന്ന അമേരിക്കയിലെ ഏറ്റവും വലിയ 4ാമത്തെ മെട്രോ സിറ്റിയാണ്. ആ സിറ്റിയിലെ ഏറ്റവും കണ്ണായ സ്ഥലത്ത് ഏകദേശം ഇതിൻ്റെ വിസ്തൃതിയൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഡാലസ് എന്ന് പറയുന്ന മെട്രോ സിറ്റി വരുന്നത് കേരളത്തിൻ്റെ പകുതിയോളം ആ രീതിയിലുള്ള ഒരു സിറ്റിയാണ് ഡാലസ് എന്ന് പറയുന്നത്. ആ ഡാലസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കളിമുറ്റമാണിത്. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 80,000 കാണികൾക്ക് ഒരേ സമയം ഇവിടെ കളി കാണാം. ഏകദേശം 1 ലക്ഷം വരെ ആ സംഖ്യ പോവും വേണമെങ്കിൽ. പിന്നീട് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഡൂംഡ്, അതായത് നിങ്ങൾ ടോപ്പിലൊക്കെ നോക്കിയാൽ മേൽക്കൂര വളരെ വിസ്തൃതിയുള്ള ഏറ്റവും വലിയ സ്റ്റേഡിയങ്ങളിൽ ഒന്നായിട്ടും ഇത് പരിഗണിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അമേരിക്ക ഇത്തവണ വേൾഡ് കപ്പ് 11 സ്ഥലങ്ങളിലായിട്ടാണ്. ഈ 11ൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ഈ AT&T സ്റ്റേഡിയം. ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 11 മത്സരങ്ങളുണ്ട്. അതൊരു സെമി ഫൈനൽ ഉൾപ്പെടെ വലിയ മത്സരങ്ങൾ. മറ്റൊന്ന് ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന ഒരു ടീമാണ് അർജന്റീന എന്ന് പറയുന്നത്. മെസ്സി എന്ന് പറയുന്ന താരം, അദ്ദേഹമൊക്കെ അവസാനത്തെ വേൾഡ് കപ്പ് കളിക്കാൻ പോകുന്ന സ്റ്റേഡിയവും ഈ AT&T സ്റ്റേഡിയമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ വേദി എന്ന് പറഞ്ഞാൽ ഇനി വരുന്ന, അതായത് നമ്മളിപ്പം 14-ാം തീയതി തൊട്ടാണ് ഇവിടെ മത്സരങ്ങൾ ആരംഭിക്കുന്നത്. അതിനുശേഷം ജൂലൈ 19 ഫൈനൽ വരെ ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന വേദികളിൽ ഒന്നായിട്ട് ഈ AT&T സ്റ്റേഡിയം മാറും. ലോകകപ്പ് ആവേശത്തിൽ ഒരു സ്കൂൾ ഒന്നാകെ മൈതാനത്തിറങ്ങിയാൽ എങ്ങനെയിരിക്കും? പത്തനംതിട്ട റാന്നി കൊറ്റനാട് SVC ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ഒന്നിച്ച് ഫുട്ബോൾ കളിച്ച് ലോകകപ്പിനെ വരവേറ്റത്. 3ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പങ്കെടുത്ത ഈ കായിക മാമാങ്കത്തിന് മാറ്റുകൂട്ടാൻ ചലച്ചിത്ര താരം പ്രശാന്ത് അലക്സാണ്ടറും എത്തിയിരുന്നു. കാണാം ആ വേറിട്ട ആവേശ കാഴ്ചകൾ. പന്തുരുളുന്ന വഴിയിലെല്ലാം ഇനിയുള്ള നാളുകൾ കാൽപന്തിന്റെ ആവേശം മാത്രമായിരിക്കും. അതിനടിവരയിടുകയാണ് പത്തനംതിട്ട റാന്നി കൊറ്റനാട് SCV ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ കാഴ്ച. ഫുട്ബോൾ കളിയുടെ ആവേശം ഉൾക്കൊണ്ട് 800ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂൾ ഒന്നാകെ മൈതാനത്തിറങ്ങിയപ്പോൾ അതൊരു മിനി ലോകകപ്പ് വേദിയായി മാറി. മൂന്നാം ക്ലാസ്സിലെ കുരുന്നുകൾ മുതൽ 12ാം ക്ലാസ്സിലെ മുതിർന്ന വിദ്യാർത്ഥികൾ വരെ പ്രായഭേദമന്യേ ഈ കളിമുറ്റത്തൊന്നിച്ചു. കളി ആവേശകരമാക്കാൻ അധ്യാപകരായ അരുണും രാജേഷും ചേർന്നാണ് മത്സരങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ജയപരാജയങ്ങൾക്കപ്പുറം ലോകകപ്പിനെ വരവേൽക്കാനുള്ള ആവേശമായിരുന്നു ഓരോരുത്തരിലും. വിദ്യാർത്ഥികളുടെ ഈ കളി കാണാനും അവരെ പ്രോത്സാഹിപ്പിക്കാനുമായി പ്രശസ്ത സിനിമാ താരം പ്രശാന്ത് അലക്സാണ്ടറും സ്കൂളിലെത്തിയിരുന്നു. ഇത്രയും കുട്ടികളുടെ ഇടയിൽ ഈ വർഷത്തെ വേൾഡ് കപ്പിന് ഇത്രയും ആവേശമുണ്ടെങ്കിൽ ലോകം മൊത്തം എന്താവേശമായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നേ ഉള്ളൂ. കൊറ്റനാട് SCV ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിപ്പട ഒന്നടങ്കം നെഞ്ചിലേറ്റിയ ഫുട്ബോൾ ആവേശം ഒട്ടും ചോരാതെ വരും ദിവസങ്ങളിലെ ലോകകപ്പ് മത്സരങ്ങളെ വരവേൽക്കാൻ പൂർണ്ണ സജ്ജമായി കഴിഞ്ഞു. അമൃത ന്യൂസ്, പത്തനംതിട്ട. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന് അല്പസമയത്തിനകം കൊടിയേറും. രാത്രി 11-ന് ആരംഭിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 14-ന് നടക്കുന്ന ഇന്ത്യയുടെ ആദ്യ മത്സരത്തിൽ പാകിസ്ഥാനാണ് എതിരാളികൾ.